ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते ताप्ता काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां अन्यां च हस्तचरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं। जयदं सुरतो पङ्गुर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधामदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्रसेतुं भजामहे भागवतस्वरूपं परमानन्दपाठाय प्रेमवर्ष्यक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तु मे गुरुवे गौरचन्द्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മുടെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായം 48-ാമത്തെ ശ്ലോകം മുതൽക്കാണ് വായിക്കുന്നത്. തിരസ്കൃത വിപ്രലബ്ധ സപ്താക്ഷിപ്ത ഹതാപി നാശ്യ തത്പ്രതികുർവന്തി തദ്ഭക്ത പ്രഭവോപി. തിരസ്കൃത വിപ്രലബ്ധ സപ്താക്ഷിപ്ത ഹതാപി നശ്യ തത്പ്രതികുർവന്തി തദ്ഭക്ത പ്രഭവോപി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 48. തിരസ്കൃത വിപ്രലബ്ധ ശബ്ദ ഹത അപി നാസ്യ തത്പ്രതികുർവന്തി തദ്ഭക്ത പ്രഭവോഭിഃ. വിവർത്തനാൻ ബാബ തമ്പൈ ശ്രീലപ്രഭുപാദ് കി ജയ്. വിവർത്തനം. അപകീർത്തിപ്പെടുത്തിയാലും വഞ്ചിച്ചാലും അവഗണിച്ചാലും അപമാനിച്ചാലും ശല്യപ്പെടുത്തിയാലും അല്ലെങ്കിൽ വധിച്ചാൽ പോലും പ്രതികാരബദ്ധരാകാത്ത വിധം സഹനശക്തിയുള്ളവരാണ് ഭഗവത് ഭക്തർ. Hare Krishna. Thank you, Prabhuji. Hare Krishna. The devotees of the Lord are so forbearing that even though they are defamed, cheated, cursed, disturbed, neglected, or even killed, they are never inclined to avenge themselves. എന്താണ് പറയുന്നത്? അതായത് വിശുദ്ധ ഭക്തന്മാർ, ഭഗവാന്റെ ഭക്തന്മാർ, അവരെ അപകീർത്തിപ്പെടുത്തിയാലും ശരി, ചതിച്ചാലും ശരി, ശപിച്ചാലും ശരി, എന്ത് തന്നെ ബുദ്ധിമുട്ടുകൾ അവർക്ക് വരുത്തിയാലും ശരി, ഈവൻ കൊന്നാലും ശരി, അവരെ എന്ത് ചെയ്യും? അവർ ഇതെല്ലാം സഹിക്കും. ഇതിന് ഒരു പ്രതികാരം അവർ എടുക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സമീക ഋഷി തൻ്റെ ബാലൻ്റെ അപരാധം പൊറുക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് ക്ഷമയാചിക്കുകയാണ്. അറിവില്ലാത്തൊരു ബാലനാണ്, അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്തത് വളരെ അപകടമായിട്ടുള്ളൊരു കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം ശുദ്ധ ഭക്തനോടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പാപം ചെയ്യാത്ത വളരെ നല്ലൊരു ഭക്തനാണ് പരീക്ഷിത് മഹാരാജ്. അദ്ദേഹത്തിൻ്റെ എതിരെയാണ് ഈ ശാപം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 7 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹം തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കുമെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ആ ബാലനെ, തൻ്റെ മകനെ
ക്ഷമിക്കണമെന്നുള്ള ഒരു അപേക്ഷയാണ് ഇവിടെ സമീക ഋഷി. ഇവിടെ എന്താണ് പറയുന്നത്? അതായത് വ്യാസദേവൻ പറയുന്നു, അതായത് ഭക്തന്മാരെ എന്ത് ചെയ്താലും അവർക്ക് യാതൊരു ഇതുമില്ല, അവർ അതിനെല്ലാം ടോളറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനൊരു നല്ലൊരു ഉദാഹരണം നമ്മളുടെ ശാസ്ത്രത്തിൽ നിന്നുണ്ട്. അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ ശാപം കിട്ടിയിട്ടുള്ള ഒരാളുണ്ട്. ആരൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഇതേപോലെ ഒരു തെറ്റിദ്ധാരണയിൽ ശാപം കിട്ടിയിട്ടുള്ള ഒരാളുണ്ട് നമ്മുടെ ശാസ്ത്രത്തിൽ. ആരാണ്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? പാർവതി ദേവി ശപിച്ചതാണ്. അതെ. ഇന്ദ്രനാണോ? ഇന്ദ്രനല്ല. പാർവതി ദേവി രാജാവിന്റെ പേര് മറന്നു. മണ്ഡൂകമുനിയാണ്. അല്ല, ചിത്രകേതുവാണ്. ചിത്രകേതു വിദ്യാധരനായി തൻ്റെ ആകാശത്ത് കൂടെ അങ്ങനെ ഭക്തന്മാരുടെ സംഘമായിട്ട് നടന്നു പോയി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ശിവഭഗവാൻ മാതാ പാർവതിയെ മടിയിലിരുത്തിട്ട് ഋഷിവര്യന്മാർക്ക് വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോഴാണ് അത് കണ്ടപ്പോഴാണ് ചിത്രകേതു ആ വിദ്യാധരൻ, അതായത് ഇത്രയും വലിയൊരു ശിവഭഗവാൻ എന്തിനാണ് തൻ്റെ പാർവതി മാതാവിനെ മടിയിലിരുത്തിയിട്ട് ഋഷിവര്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? തമാശയായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം മനസ്സിലൊന്നും വെച്ചിട്ടില്ല. ഒരു കളി തമാശ പറഞ്ഞില്ലേ. പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ട് ആരെടുത്തു? പാർവതി മാതാവ് എടുത്തു. ഉടനെ ശപിച്ചു. അപ്പോൾ ശിവഭഗവാൻ പറയുന്നുണ്ട്, ഭക്തന്മാർ എന്ത് തന്നെ ചെയ്താലും ശരി അതിന് റിയാക്ട് ചെയ്തില്ല, അത് ഭഗവാന്റെ ഒരു ഇച്ഛയായിട്ട് എടുക്കും. അപ്പോഴാണ് പറയുന്നത്, നാരായണ പരാസർവേ ന കുതശ്ചന ബിഭ്യതി സ്വർഗ അപവർഗ നരകേശു അപ്പി തുല്യാർത്ഥ ദർശനം. അതായത് നാരായണ പരാസർവേ, അതായത് ഭഗവാന്റെ ഡിവോട്ടീസ്, ന കുതശ്ചന ബിഭ്യതി, എന്ത് തന്നെ ഏത് സാഹചര്യത്തിലും ഒരു പേടി ഉണ്ടാവില്ല, അവരെല്ലാം ടോളറേറ്റ് ചെയ്യും. സ്വർഗ അപവർഗ നരകേശു, സ്വർഗത്തിലാണ് ശരി, അതായത് ലിബറേഷൻ കിട്ടിയാലും ശരി, നരകത്തിലായാലും ശരി, ഏത് സിറ്റുവേഷനിലും ഏത് അവസ്ഥയിലും അവരെ എല്ലാവരും ഒരേപോലെ കാണും. കാരണം അവർ ദ്വന്ദ്ങ്ങൾക്ക് അതീതമാണ്. സുഖം ആയാലും ശരി, ദുഃഖമായാലും ശരി, ജയാനും ശരി, പരാജയനും ശരി, മാനം അപമാനം, ഇതൊന്നും അവരെ ബാധിക്കില്ല. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും സമീക ഋഷി ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഭക്തന്മാരുടെ, അതായത് പരീക്ഷിത് മഹാരാജാവ് ആ തലത്തിലുള്ള ഒരു ഭക്തനാണ്. അപ്പോൾ ദ്വന്ദ്ങ്ങളിൽ നിന്നും അതീതമായി നിൽക്കുന്ന ഒരു ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തിയാലും ശരി, ശപിച്ചാലും ശരി, പിന്നെ അപമാനിച്ചാലും ശരി, എന്തായാലും അവരെല്ലാം ഭഗവാന്റെ ഇച്ഛയായി കണക്കാക്കി അതെല്ലാം പൊറുക്കും. അതാണ് പറയുന്നത്. നല്ല ഉദാഹരണമാണ് ചിത്രകേതുവിൻ്റെ. ഋഷി സമീക ആൾസോ ന്യൂ ദാറ്റ് ദ ലോർഡ് ഡസ് നോട്ട് ഗിവ് എ പേഴ്സൺ who has committed an offense to the feet of a devotee. അപ്പോൾ സമീക ഋഷിക്ക് നന്നായിട്ട് അറിയാം, ഭഗവാന്റെ പാദത്തിൽ അപരാധം ചെയ്യുന്ന ആൾക്കാർ അവരെ പൊറുക്കില്ല. The Lord can only give direction to take shelter of the devotee. ഭഗവാന്റെ ഡിവോട്ടീസിൻ്റെ പാദത്തിൽ എന്തെങ്കിലും അപരാധം ചെയ്തിട്ട് ഭഗവാൻ പൊറുക്കില്ല. ഭഗവാനെ എന്തെങ്കിലും അപരാധം ചെയ്തിട്ട് ഭഗവാൻ പൊറുക്കും, പക്ഷേ അതിൻ്റെ ഭക്തന്മാരെ എന്തെങ്കിലും കാണിച്ചാൽ അത് പൊറുക്കില്ല. അപ്പോൾ അത് ആരാണ് പൊറുക്കേണ്ടത് അപരാധം? ആ ഭക്തൻ തന്നെ. ഭക്തൻ്റെ അടുത്തിട്ട് മാപ്പ് യാചിക്കണം. അതിൻ്റെ ഉദാഹരണമാണ് അംബരീഷ് മഹാരാജാവും ദുർവാസമുനി അല്ലേ. ദുർവാസമുനി അംബരീഷ് മഹാരാജാവിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് വിഷ്ണു ലോകം വരെ പോയി, ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, ശിവഭഗവാന്റെ അടുത്ത് പോയി, വിഷ്ണു ഭഗവാന്റെ അടുത്ത്. വിഷ്ണു ഭഗവാൻ പറഞ്ഞു, എനിക്കും കൂടി പറ്റില്ല, കാരണം ഞാനും കൂടി അറിയാതാണ് എൻ്റെ സുദർശനചക്രം അങ്ങേ വധിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, ചേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു പ്രതിവിധി ചോദിച്ചപ്പോൾ ആരെയാണോ അപമാനിച്ച് അവിടെ തന്നെ അവിടെ അഭയം പ്രാപിക്കാൻ, അതായത് അംബരീഷ് മഹാരാജാവിന്. സോ ഹി thought within himself that if Maharaja Parikshit would counter curse the boy, he might be saved. But he knew also that a pure devotee is careless about worldly advantages or reverse. അപ്പോൾ സമീക ഋഷി വിചാരിച്ചു തൻ്റെ മകനെ അവർ കൗണ്ടർ കേഴ്സ് ചെയ്യാണ്, തിരിച്ച് ശപിക്കുകയാണെങ്കിൽ ആ മകൻ രക്ഷപ്പെടും. പക്ഷേ അദ്ദേഹം അയച്ചതില്ല. അപ്പോൾ എന്താണ് അങ്ങനെ പറയുന്നത്? തൻ്റെ മകനെ ശപിക്കുകയാണെങ്കിൽ രക്ഷപ്പെടുന്നു. എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ
ഒരാൾ ശപിച്ച് അതിനെ കൗണ്ടർ കേസ് ചെയ്യാൻ നല്ലതാണെന്ന് വിചാരിക്കുക. ഇവിടെ അതാണ് പറയുന്നത്. He thought within himself that if Maharaja Parikshit would counter curse the boy, he might be saved. എങ്ങനെ രക്ഷപ്പെടുക? തിരിച്ച് ശപിച്ചാൽ രക്ഷപ്പെടുകയാണോ? അതോ ഹരേ കൃഷ്ണ. അതായത് തിരിച്ച് ശപിച്ചു കഴിഞ്ഞാൽ ടിറ്റ് ഫോർ ടാറ്റ്, അതിൻ്റെ റിയാക്ഷൻ കഴിഞ്ഞു ആ ജന്മത്തിൽ തന്നെ. പിന്നെ വീണ്ടും അടുത്ത ജന്മങ്ങളിലോ ഇതിൻ്റെ പേരിൽ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ ആ കണക്ക് അവിടെ തന്നെ തീർന്നു ഈ സെയിം ലൈഫിൽ. അതുകൊണ്ട് നമുക്ക് നമ്മളെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപം ഈ ജന്മത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ക്യാരി ഫോർവേഡ് ആയില്ല. അതാണ് സമീക ഋഷി അവിടെ ആലോചിച്ചത്. ഹി തോട്ട്. അപ്പോൾ അതിൻ്റെ കണക്ക് അവിടെ തന്നെ കഴിയും. പിന്നീട് ക്യാരി ഫോർവേഡ് ആവേണ്ട ഒരു കാര്യം വരുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. He might be saved, but he knew also that a pure devotee is cautious about worldly advantages or reverses. As such, the devotees are never inclined to counteract personal defamation, curses, negligence, etc. അതുകൊണ്ട് ശുദ്ധ ഭക്തന്മാരെ ഇതിനൊന്നും കാര്യമാക്കില്ല. പിന്നെ ഇവിടെ ഭഗവാന്റെ ഇച്ഛയും കൂടിയുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. As far as such things are concerned, in personal affairs, the devotees do not care for them. But in case of their being performed against the Lord and his devotees, then the devotees take very strong action. അപ്പോൾ എപ്പോഴാണ് ഭക്തന്മാർ അതിന് ഒരു റിയാക്ഷൻ എടുക്കുക, അതിനെ കൗണ്ടറാക്ട് ചെയ്യുക? തൻ്റെ ഭഗവാനെയോ അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ചിട്ടുള്ള ഭക്തന്മാരെയോ എന്തെങ്കിലും അപരാധം ചെയ്താൽ അവർ അതിന് ആക്ഷൻ എടുക്കും. സോ ഇറ്റ് വാസ് എ പേഴ്സണൽ അഫെയർ. ഇത് സ്വന്തമാണ്. ആർക്ക്? പരീക്ഷിത് മഹാരാജിന് സ്വന്തമാണ്, വേറെ ആരെയല്ല. ഭഗവാനെ ശപിച്ചിട്ടില്ല, ഭഗവാനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ല, അപരാധം ചെയ്തില്ല. അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജ് അവനെ ആശ്രയിച്ചിരിക്കുന്ന ആ ഭക്തന്മാരെ ആരൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം സഹിച്ചു, അതിനെ കൗണ്ടറാക്ട് ചെയ്തില്ല. But in the case of their being performed against the Lord and his devotees, then the devotees take strong action. It was a personal affair, and therefore Samika Rishi knew that the king would not take counteraction. Thus, there was no alternative than to place an appeal to the Lord for the immature one. അപ്പോൾ അതുകൊണ്ടാണ് സമീക ഋഷി ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്, ഈ ബാലനെ എങ്ങനെയും രക്ഷിക്കണം. അപരാധം ചെയ്തറിയാം, പക്ഷേ ബാലൻ ഒരു ഇന്നസെൻ്റ്, നിഷ്കളങ്കമായിട്ടുള്ള ഇമ്മച്ചുവറായിട്ടുള്ള ഒരു ബാലനാണ്, അതുകൊണ്ട് രക്ഷിക്കണം. കാരണം അവിടെ കൗണ്ടറാക്ട് ചെയ്യില്ല എന്ന് നന്നായിട്ട് അറിയാം. പരീക്ഷിത് മഹാരാജാവ് ഒരു ശുദ്ധഭക്തനാണ്. അപ്പോൾ അങ്ങനെ ഒരു റിവഞ്ചഫുൾ മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരു രാജാവാണ്. So it is not that only the Brahmanas are powerful enough to award curses or blessings upon the subordinates. The devotee of the Lord, even though they may not be a Brahmana, is more powerful than a Brahmana. ഇവിടെ പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല ശപിക്കാനുള്ള ആ ഒരു ശക്തിയുള്ളൂ, ഈവൻ ശുദ്ധഭക്തന്മാർക്കും ചെയ്യാനുള്ള ശക്തി. പക്ഷെ അവർ അനാവശ്യമായിട്ട് ആ ശക്തിയെ, ആ പവറിനെ യൂസ് ചെയ്യില്ല, മിസ്യൂസ് ചെയ്യില്ല. ഇൻ അതർ വേർഡ്സ്, but a powerful devotee never misuses the power for personal benefit. Whatever power the devotee may have is always utilized in service towards the Lord and his devotees only. ഹനുമാൻ ഒരു ഉദാഹരണമാണ്. ഹനുമാൻ ഒരുപാട് ശക്തിയുണ്ട്. ഇതെല്ലാം തൻ്റെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. അത് ഹനുമാൻ രാമചന്ദ്ര ഭഗവാന്റെ സേവനത്തിനാണ് ആ ശക്തിയെല്ലാം ഉപയോഗിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ പരീക്ഷിത് മഹാരാജാവും കൗണ്ടർ കേഴ്സിൽ നിന്നില്ല. അതെല്ലാം ഭഗവാന്റെ ഇച്ഛയായിട്ട് മനസ്സിലാക്കി അവിടെ ഒന്നും ഒരു റിയാക്ഷനും ചെയ്യാണ്ട് ഇരുന്നു. സോ ടെക്സ്റ്റ് 49. ഇതി പുത്രാകൃതാഘേന സോനുതപ്തോ മഹാമുനി സ്വയം വിപ്രകൃതോ രാജ്ഞ നൈവാഘം തദ് അചിന്തയാത്. ഇതി പുത്രാകൃതാഘേന സോനുതപ്തോ മഹാമുനി സ്വയം വിപ്രകൃതോ രാജ്ഞ നൈവാഘം തദ് അചിന്തയാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 49. ഇതി പുത്രകൃതാഖ്യേന സോനുതപ്തോ മഹാമുനിഃ സ്വയം വിപ്രകൃതോ രാജ്ഞ നൈവാഘം തദചിന്തയത്. ഹരേ കൃഷ്ണ. കീർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. സ്വന്തം പുത്രൻ പ്രവർത്തിച്ച അപരാധത്തിന് മഹാമുനി അപ്രകാരം പശ്ചാത്തപിച്ചു.
രാജാവ് തന്നോട് കാണിച്ച ധിക്കാരത്തെ അദ്ദേഹം വളരെ ഗൗരവമായി എടുത്തില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു ഗുരുജി. Hare Krishna. The sage thus regretted the sin committed by his own son. He did not take the insult paid by the king very seriously. അപ്പോൾ സമീക ഋഷി മകൻ ചെയ്ത ആ അപരാധത്തിന് അങ്ങനെ അതിനെ പശ്ചാത്തലിച്ചു. അതേ സമയത്ത് രാജാവ് എന്താണോ ചെയ്തത് അതിനെ കാര്യമായിട്ട് എടുത്തതുമില്ല. രാജാവ് എന്താണ്, രാജാവിന് ദേഷ്യം വന്നു. ഒരിക്കലും ദേഷ്യം വരാത്ത അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാത്ത ഒരു രാജാവാണ്. പക്ഷെ ആ സമയത്ത് അങ്ങനെ ദേഷ്യം വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു, പക്ഷെ വന്നു. അതുകൊണ്ടാണ് ഒരു ചത്ത പാമ്പിനെ കഴുത്തിലിട്ടത്. അതൊരു ഇൻസൾട്ടാണ്. പക്ഷെ എങ്കിലും കൂടിയിട്ട് രാജാവിനെ ആ മഹർഷി അത് കാര്യമായിട്ട് എടുത്തില്ല. അതാണ് സംഗതി ഉണ്ടായത്. അതേ രാജാവ് 7 ദിവസം 7 ദിവസം പകലും രാത്രിയും ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാതെ ഭാഗവതം കേട്ടു അല്ലേ? അതെങ്ങനെ സാധിച്ചു? അപ്പോൾ അത് കാരണമല്ല, ദാഹം വിശപ്പ് അതൊരു കാരണമായിരുന്നില്ല, ഇത് ഭഗവാന്റെ ഇച്ഛയായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. So the whole incident is now cleared up. Maharaja Parikshit's garlanding the sage with a dead snake was not at all a very serious offense. But Shringi's cursing the king was a serious offense. അത് വലിയൊരു അപരാധമായിരുന്നു. അതും വൈഷ്ണവന്റെ ഇത്. The serious offense was committed by a foolish child only. Therefore he deserved to be pardoned by the Supreme Lord, although it was not possible to get free from the sinful reaction. അപ്പോൾ അവിടെ ഫോർഗീവ് ചെയ്യാൻ, മാപ്പ് കൊടുക്കാൻ തീർച്ചയായിട്ടും അർഹതയുണ്ട്. ആർക്ക്? അർഹതപ്പെട്ടാണ് ഇത് ശൃംഗി. കാരണം വെച്ചാൽ ബാലൻ എന്നുള്ള കെയർഫിൽ ഇമ്മച്ചുവേർഡായിട്ടുള്ള പക്വത വരാത്തൊരു ബാലനാണ്. Maharaja Parikshit also did not mind the curse offered to him by foolish Brahmana. On the contrary, he took full advantage of the awkward situation, and by the great will of the Lord, Maharaja Parikshit achieved the highest perfection of life through the grace of Srila Sukadeva Goswami. അപ്പോൾ ഇതൊരു വലിയൊരു അപരാധമാണെങ്കിലും കൂടിയിട്ട് അതിന് യാതൊരു കോൺട്രാക്ഷൻ ചെയ്യാതെ തന്നെ അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ട് വന്നു. അതുകൊണ്ട് ശ്രീല സുഖദേവ് ഗോസ്വാമിയുടെ തിരുമുഖത്ത് നിന്ന് 7 ദിവസം ശ്രീമദ് ഭാഗവതം കേൾക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. ഭഗവത് പ്രാപ്തി നേടാനുള്ള അവസരം കിട്ടി. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ആ ശാപം എന്തായി മാറി? അത് ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് മാറി, അനുഗ്രഹമായിട്ട് മാറി. Actually, it was the desire of the Lord, and Maharaja Parikshit, Rishi Samika and his son Shringi were all instrumental in fulfilling the desire of the Lord. So none of them were put into difficulty because everything was done in relation with the Supreme Person. ഇതെല്ലാം ഭഗവാന്റെ, അതേപോലെ മഹാരാജ പരീക്ഷിത്തിൻ്റെ, ഋഷി സമീക, അതേപോലെ ശൃംഗി ഇവരെല്ലാം ഉപയോഗിച്ചത്, ഇവരെല്ലാം ഉപയോഗിച്ചത് തൻ്റെ ഈ ലീലകൾക്ക്. ഭാഗവതം, ശ്രീമദ് ഭാഗവതം നമുക്ക് കിട്ടണം, പരീക്ഷിത് മഹാരാജാവിന് ലിബറേഷൻ കിട്ടണം, ഭഗവത് ധാമിന് പോകാനുള്ള സമയമായി. അപ്പോൾ ഇതെല്ലാം കാരണങ്ങളാണ് ഇത് സമീക ഋഷിയെ ഇതിനൊരു ഉപകരണമായിട്ട് ഭഗവാൻ ഉപയോഗിച്ചത്. അപ്പോൾ ആ തലത്തിൽ നിന്ന് വേണം ഇത് കാണാൻ. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 50. പ്രയാസ സാധവോ ലോകേ പരേർദ്വന്ദ്വേഷു യോജിതാ ന വ്യതന്തി ന ഹൃഷ്യന്തി യഥാ ആത്മാ ഗുണാശ്രയാം. പ്രയാസ സാധവോ ലോകേ പരേർദ്വന്ദ്വേഷു യോജിതാ ന വ്യതന്തി ന ഹൃഷ്യന്തി യഥാ ആത്മാ ഗുണാശ്രയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 50. പ്രായശഃ സാധവോ ലോകേ പരൈർദ്വന്ദ്വേഷു യോജിതാഃ ന വ്യതന്തി ന ഹൃഷ്യന്തി യഥാ ആത്മാ ഗുണാശ്രയഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. സാമാന്യേന അതീന്ദ്രിയവാദികൾ ഭൗതിക ലോകത്തെ ദ്വൈതങ്ങളിൽ മറ്റുള്ളവരാൽ വ്യാപൃതരാക്കപ്പെട്ടാൽ തന്നെയും ദുഃഖിതരാകുന്നില്ല. മാത്രവുമല്ല, ആത്മജ്ഞാനപരവും അതീന്ദ്രിയവുമായ വ്യാപൃതരാകയാൽ അവർ ലൗകികമായ ആനന്ദം കൈക്കൊള്ളുന്നില്ല. ഹരേ കൃഷ്ണ. Generally, the transcendentalists, even though engaged by others in the dualities of the material world, are not distressed, nor do they take pleasure in worldly things, for they are transcendently engaged. സാധാരണ ശുദ്ധഭക്തന്മാർ, ട്രാൻസെൻഡൻ്റലിസ്റ്റ്, മറ്റുള്ളവരാൽ ദ്വന്ദ്ങ്ങളിൽ ഏർപ്പെടുത്തിയാലും ശരി,
അവരെ ദ്വന്ദ്ങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി അവർ അതിൽ യാതൊരു ദുഃഖം കാണുന്നില്ല. കാരണം അവർ മൂന്ന് ഗുണത്തിൻ്റെയും അതീതമായിട്ട് വർത്തിക്കുന്ന ആൾക്കാരാണ്. നോ ഡു ദേ ടേക്ക് പ്രഷർ ഇൻ വേൾഡ്ലി തിങ്സ് ഫോർ ദേ ആർ ട്രാൻസെൻഡൻ്റ്ലി എൻഗേജ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോന വിധീയത. ഓക്കെ, അതായത് ഇവിടെ ഭൗതിക ലോകത്തിൽ ഭോഗൈശ്വര്യം, അതായത് ഇന്ദ്രിയ ഭോഗങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഭഗവാന്റെ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാവില്ല. അതേപോലെയല്ല ഇവിടെ ഭക്തന്മാർ. അപ്പോൾ നമ്മുടെ ഭൗതിക ലോകത്തിൽ എത്രത്തോളം കൂടുതൽ ഇന്ദ്രിയ ഭോഗം ആഗ്രഹിക്കുന്നു അത്രത്തോളം നമ്മുടെ ആ ദുഃഖങ്ങളിലേക്ക് പോവാണ്. കാരണം നമ്മൾ ഭോഗം ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ദുഃഖം ഒളിച്ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ബിറ്റർ പിൽസൊക്കെ അല്ല കയ്പുള്ള മരുന്നൊക്കെ കൊടുക്കുമ്പോൾ പിൽസിൽ ഷുഗർ കോട്ടഡ് പിൽസാണല്ലേ ക്യാപ്സ്യൂൾസ് കൊടുക്കും. മുമ്പത്തെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ്? ബിറ്റർ മെഡിസിനാണ്, കയ്പുള്ള മെഡിസിനാണ്. അപ്പോൾ അത് നമുക്കിങ്ങനെ സോളോ ചെയ്യുമ്പോൾ കഴിയില്ല. അപ്പോൾ ആ കയ്പുള്ള മെഡിസിൻ നമ്മളുടെ അസുഖത്തെ മാറ്റാൻ തക്ക വിധത്തിലുള്ള ഒരു മെഡിസിൻ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ സുഖിക്കുകയാണ്. പക്ഷേ ആ സുഖത്തിൻ്റെ പിന്നാലെ ദുഃഖം ഒളിഞ്ഞിരിക്കേണ്ടത് നമുക്ക് അറിയുന്നില്ല. എങ്ങനെ ഷുഗർ കോട്ടഡ് പില്ലിൻ്റെ ഉള്ളിൽ ബിറ്ററായിട്ടുള്ള മെഡിസിൻ ഉണ്ട് നമുക്കറിയുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ സുഖത്തിൻ്റെ പിന്നാലെ ഒരു ദുഃഖം വരും. കൂടുതൽ നമ്മൾ ഒരു ഭക്ഷണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നമ്മൾ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ വളരെ നല്ല ഇഷ്ടമുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കും. പക്ഷെ അത് പിറ്റേ ദിവസം നമുക്ക് എന്താ വയർ അപ്സെറ്റായി. അപ്പോൾ നമ്മുടെ സുഖത്തിൻ്റെ പിന്നാലെ ദുഃഖമുണ്ടായി അല്ലേ. അപ്പോൾ അതേപോലെ എല്ലാ ട്രാൻസെൻഡൻ്റലിസ്റ്റ് ഭക്തന്മാർ അവർ ഈ ദ്വന്ദ്ങ്ങൾക്ക് മുകളിലാണ്. ഈവൻ മറ്റുള്ളവർ ഈ ദ്വന്ദ്ങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി അവരത് കാര്യമാക്കി എടുക്കില്ല. അവർ ആ ദുഃഖത്തിനെ അവർ കാര്യമായിട്ട് എടുക്കില്ല എന്നാണ് പറയുന്നത്. The transcendentalists are the empiric philosophers, the mystics and the devotees of the Lord. Empiric philosophers aim at the perfection of merging into the being of the Absolute. Mystics aim at prevailing the all-pervading super soul, and the devotees of the Lord are engaged in the transcendent loving service of personality of God. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ട്രാൻസെൻഡൻ്റലിസ്റ്റാണ്. വേദാന്തിസ്റ്റാണ്, ട്രാൻസെൻഡലിസ്റ്റും. ഒന്ന് ജ്ഞാനികൾ, ഒന്ന് യോഗികൾ, പിന്നൊന്ന് ഭക്തന്മാർ. അപ്പോൾ ഇവരെല്ലാം ഡെസ്റ്റിനേഷൻ വ്യത്യസ്തമാണ്. ജ്ഞാനികളുടെ ഡെസ്റ്റിനേഷൻ, അവരുടെ ആഗ്രഹം എന്താണ്? ബ്രഹ്മനിൽ ലയിക്കണം എന്നുള്ളതാണ് അല്ലേ. ഡിവോട്ടീസ് ഓഫ് ലോർഡ് പറയുന്നത് merging into the being of the Absolute. അതാണ് ജ്ഞാനികളുടെ. മിസ്റ്റിക്സ് എയിം അറ്റ് പെർസീവിങ് ദ ഓൾ പെർവേഡിങ് സൂപ്പർ സോൾ. അവർക്ക് പരമാത്മ റിയലൈസേഷനാണ്. ആർക്ക്? മിസ്റ്റിക് യോഗിവര്യന്മാർക്ക്. ഡിവോട്ടീസിനോ അവർക്ക് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷ്യബോധമുള്ള ആൾക്കാരാണ് വരും. Brahman, since Brahman, Paramatma and Bhagwan are different phases of the same transcendence, all these transcendentalists are beyond the three modes of material nature. വ്യത്യസ്തമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ അനുസരിച്ച് ഇവരെല്ലാം മൂന്ന് ഗുണങ്ങൾക്ക് അതീതമായി നിൽക്കലാണ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി സത്യത അല്ലേ. അത് ബ്രഹ്മൻ റിയലൈസേഷൻ ശരി, പരമാത്മ റിയലൈസേഷൻ ശരി, അല്ലെങ്കിൽ ഭഗവാൻ റിയലൈസേഷൻ. എന്തായാലും ഇവരെല്ലാം മൂന്ന് ഗുണത്തിൻ്റെയും അതീതമായി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ അവരുടെ. അതിലേറ്റവും ഉയർന്ന നിലയിലുള്ള ആരാണ്? ഭക്തന്മാരാണ്. കാരണം ഭക്തന്മാർ ഭഗവാനിലാണ് വിശ്വസിക്കുന്നത്. ആ ഭഗവാനിൽ ബ്രഹ്മനുണ്ട്, പരമാത്മാവുണ്ട്. ബ്രഹ്മൻ റിയലൈസേഷനിലെ ആൾക്കാർക്ക് ബ്രഹ്മനെ മാത്രമേ അറിയുള്ളൂ. അവരുടെ ഗോള് ബ്രഹ്മനാണ്. പരമാത്മാ റിയലൈസേഷനിൽ ബ്രഹ്മനും പരമാത്മാവിനെ അറിയും. ഭഗവാൻ റിയലൈസേഷനുള്ള ആൾക്കാർക്ക് ഇത് മൂന്നും അറിയുന്നു. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആരാണ്? ഡിവോട്ടീസാണ്. അവർക്ക് മൂന്ന് ആസ്പെക്റ്റും, ഭഗവാന്റെ മൂന്ന് ആസ്പെക്റ്റും നന്നായിട്ട് അറിയാം. അവർക്കറിയാം ഭഗവാനെ സേവിക്കുന്നതാണ് അതായത് അവരുടെ പരോധർമ്മം അല്ലെ. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി രഥോക്ഷതേ അഹായ്ത്വകി അപ്രതീയത ആത്മാ സുപ്രസിദ്ധതി. അതാണ് ഒരു ജീവാത്മാവിൻ്റെ പരമമായിട്ടുള്ള ധർമ്മം, ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അത് എങ്ങനെയായിരിക്കണം? ആ സേവനം അഹൈത്വകി അപ്രതീയത, യാതൊരു എക്സ്പെക്റ്റേഷൻ കൂടാതെ, യാതൊരു ഫലയിച്ച കൂടാതെ, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം.
ഇതാണ് ഡിവോട്ടീസിൻ്റെ തലം. പക്ഷേ മറ്റുള്ളവർക്ക് എന്താണ്, അവർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഉപാസിക്കുന്നു, പക്ഷെ അവരുടെ ലക്ഷ്യം ബ്രഹ്മനിലോ അല്ലെങ്കിൽ പരമാത്മ റിയലൈസേഷനോ. ഭഗവാന്റെ ഭക്തന്മാരെ സമയത്തോളം അവരുടെ ആ പാത്തും അവരുടെ ലക്ഷ്യം ഒന്നാണ്. രണ്ടും ഡിവോഷൻ സർവീസാണ്. ജീവിച്ചിരിക്കുമ്പോഴും അവർ ഭക്തിയുത സേവനം ചെയ്യുന്നു, അതായത് ലിബറേഷൻ കിട്ടിക്കഴിഞ്ഞാലും ഭക്തിയുത സേവനം ചെയ്യുന്നു. അപ്പോൾ അവരുടെ പാത്തും അവരുടെ ഗോൾ ലക്ഷ്യവും ഒന്നാണ്. ജ്ഞാനികളുടെയും യോഗികളുടെയും പാത്ത് അതേപോലെ ഗോൾ രണ്ടും വ്യത്യസ്തമാണ്. ഇതാണ് ഈ മൂന്നും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. So material distresses and happinesses are products of the three modes, and therefore the causes of such material distress and happiness have nothing to do with the transcendentalist. The king was a devotee and the rishi was a mystic. Therefore both of them were unattached to the accidental incident created by the supreme will. The playful child was an instrument in fulfilling the Lord's will. പ്രഭാത വളരെ മനോഹരമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. രണ്ടുപേരും ട്രാൻസെൻഡലിസ്റ്റാണ്. പരീക്ഷിത് മഹാരാജാവും ട്രാൻസെൻഡലിസ്റ്റാണ്, ത്രിഗുണങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു ദേവടിയാണ്. അതേപോലെ മിസ്റ്റിക് സമീക ഋഷിയും, കാരണം അദ്ദേഹം യോഗിവര്യനാണ്, യോഗാഭ്യാസം ചെയ്യുന്ന പരമാത്മാവിലെ ഫോക്കസ് ചെയ്ത് പരമാത്മാ റിയലൈസേഷൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. രണ്ടുപേരും മൂന്ന് ഗുണത്തിൻ്റെ അതീതമായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഇൻസിഡൻറ്റിനെ അത് ഭഗവാന്റെ ഇച്ഛയായിട്ടെടുത്തു. അതിൽ തൻ്റെ മകനായിട്ടുള്ള ശൃംഗിയെ ഉപകരണമായിട്ട് ഭഗവാൻ ഉപയോഗിച്ചു. അത്ര മാത്രമേ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. So thus end the Bhaktivedanta purports of the first canto, 18th chapter of the Srimad Bhagavatam, entitled Maharaja Parikshit cursed by a Brahmana boy. Hare Krishna. So അടുത്തത് chapter 19 ആണ്. The appearance of Sukadeva Goswami. ഇപ്പോൾ ഇതേവരെ സുഖദേവ് ഗോസ്വാമി സീനിൽ വന്നിട്ടില്ല. ഇതേവരെ ആരുടെ സംവാദമായിരുന്നു നമ്മൾ കേട്ടത്? 18th ചാപ്റ്റർ വരെ സൂതഗോസ്വാമി ശൗനകാദി ഋഷികൾ തമ്മിലുള്ള സംവാദമായിരുന്നു. സൂതഗോസ്വാമിയാണ് പ്രവചൻ, അതായത് പറഞ്ഞു കൊടുക്കുന്ന, ചോദ്യം ചോദിക്കുന്ന ആരാണ്? ശൗനകാദി ഋഷികളാണ്. അപ്പം ഇനിയാണ് സുഖദേവ് ഗോസ്വാമിയുടെ അപ്പിയറൻസ് ഇവിടെ. സൂതൗവാച മഹീപതിസ്ത്വഥ തത്കർമ്മഗർഹ്യം വിചിന്തയം ആത്മകൃതം സുദുർമനാം അഹോ മയാ നിജമനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. സൂതൗവാച മഹീപതിസ്ത്വഥ തത്കർമ്മഗർഹ്യം വിചിന്തയം ആത്മകൃതം സുദുർമനാം അഹോ മയാ നിജം അനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. സൂത ഉവാച മഹീപതസ്ത്വഥ തത്കർമ്മഗർഹ്യം വിചിന്തയാത്മകൃതം സുധർമ്മന അഹോ മയാ നീചമനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. ശ്രീ സൂത ഗോസ്വാമി പറഞ്ഞു, നിരപരാധിയും മഹാതേജസ്വിയുമായ ബ്രാഹ്മണനോട് താൻ ചെയ്ത പ്രവൃത്തി അത്യന്തം നീചവും സംസ്കാര ശൂന്യവും ഗർഹണീയവുമായി പോയെന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങവേ പരീക്ഷിത് മഹാരാജാവിനെ ബോധ്യപ്പെട്ടു. തൽഫലമായി അദ്ദേഹം അത്യധികം വിഷണ്ണനായി തീർന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. താങ്ക് യു പ്രഭു. Hare Krishna. Sri Suta Goswami said, while returning home, the king, Maharaja Parikshit, felt that the act he had committed against the faultless and powerful Brahmana was heinous and uncivilized. Consequently, he was distressed. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് പരീക്ഷിത് മഹാരാജാവിന് തോന്നി, ഞാൻ ചെയ്തത് വലിയൊരു അപരാധമായി. പരീക്ഷിത് മഹാരാജന് തോന്നിയില്ല, ഞാനൊരു ശുദ്ധ ഭക്തനാണ്, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛപ്രകാരം നടന്നാണ്, അങ്ങനെയൊന്നും അതിൽ തോന്നിയില്ല. ഇതെല്ലാം ആര് പറയുന്നു? വ്യാസദേവൻ, സുഖദേവ് ഗോസ്വാമി ഇവരുടെയൊക്കെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന് സാധാരണ ഒരു രാജാവിനെ പോലെ, ഞാൻ ഒരു ശുദ്ധഭക്തനാണെന്നുള്ള അദ്ദേഹം ഒരിക്കലും ഒരു ശുദ്ധഭക്തൻ പറയില്ല ഞാൻ ശുദ്ധഭക്തനാണ്, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് നടക്കുന്നത്. ഇതെല്ലാം അറിയാം. ഇത് ആർക്കറിയാം? സെയിൻലി പേഴ്സണാലിറ്റീസ് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വിലപിക്കുന്നത്. അതായത് ഞാൻ ചെയ്ത് മഹാപാപമായി, ഇത്രയും ഒരു പവർഫുൾ ബ്രാഹ്മണനെ ഞാൻ വളരെ തെറ്റായ രീതിയിൽ, സംസ്കാരമില്ലാത്ത രീതിയിൽ ഞാൻ പെരുമാറി
അത് അതുകൊണ്ട് അത് ഓർത്തിട്ട് പശ്ചാത്തപിക്കുകയാണ്. അതാണ് ഇവിടെ പരീക്ഷിത് മഹാരാജ് ചെയ്യുന്നത്. The pious king regretted his accidental improper treatment of the powerful Brahmana was faultless. നമ്മളൊക്കെ ആണെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ നിൽക്കും അല്ലേ, ജസ്റ്റിഫൈ ചെയ്യാൻ നിൽക്കും. ഞാൻ രാജാവാണ്, എന്നെ അദ്ദേഹം മാനിക്കണ്ടേ, അത് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തത് ശരിയാണ്. അഥവാ മനസ്സ് പറഞ്ഞാലും കൂടിയിട്ട് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അല്ലല്ല, താൻ ചെയ്തത് ശരിയാണ് പറഞ്ഞിട്ട് മനസ്സിനെ പറഞ്ഞ് സമാധാനിക്കും, ജസ്റ്റിഫൈ ചെയ്യും. പക്ഷെ ഇവിടെ രാജാവിന് അതിനുള്ള തോന്നിയത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഒരു പശ്ചാത്താപം മനസ്സിനുണ്ടായി. ഇത്രയും നല്ലൊരു ബ്രാഹ്മണനെ ഞാൻ തെറ്റിദ്ധരിച്ചു, അദ്ദേഹത്തിനെ അപമാനിച്ചു, അപ്പോൾ ഞാൻ കുറ്റക്കാരനാണ് എന്നുള്ള ഒരു ബോധ്യം ആർക്കുണ്ടായി? പരീക്ഷിത് മഹാരാജനുണ്ടായി. Such repentance is natural for a good man like the king, and such repentance delivers a devotee from all kinds of sins accidentally committed. അങ്ങനെ ഒരു പശ്ചാത്താപം മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തെങ്കിലും അപരാധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മുക്തി കിട്ടാനുള്ള എല്ലാ അവസരവും ഭഗവാൻ കൊടുക്കും. അല്ല, താൻ ജസ്റ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിനുള്ള റിയാക്ഷൻസ് നമുക്ക് സഹിക്കേണ്ടി വരും. So the devotees are naturally faultless. Accidental sins committed by a devotee are sincerely regretted, and by the grace of the Lord, all sins unwillingly committed by a devotee are burnt in the fire of repentance. നമ്മൾ പശ്ചാത്താപം ചെയ്യുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് എല്ലാം അത് നശിക്കും. എങ്ങനെ ഒരു വിത്ത് അതിനെ നമ്മൾ ഫ്രൈ ചെയ്താൽ അത് മുളക്കില്ല അല്ലേ, നന്നായിട്ട് തീയിലിട്ട് ഫ്രൈ ചെയ്താൽ അത് മുളക്കില്ല. അപ്പോൾ അതേപോലെ ആ പശ്ചാത്തലത്തിൻ്റെ ഫയറിൽ, അഗ്നിയിൽ നമ്മുടെ റിയാക്ഷൻസ് എല്ലാം നശിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സമ്മതിക്കുക, അറിയാതെ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി പ്രായശ്ചിത്തം പശ്ചാത്താപം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റിയാക്ഷൻ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. ആ പ്രായശ്ചിത്തം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു റെമഡി. അല്ലാണ്ട് അതിനെ ന്യായീകരിക്കാൻ നിന്നാൽ അത് ശരിയാവില്ല. അത് അറിയാത്ത കുറ്റങ്ങൾക്ക്, ഒരുപാട് അറിയാത്ത കുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അറിഞ്ഞ കുറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രോസ് ആയിട്ടുള്ള കുറ്റങ്ങൾക്ക് അതിനും പ്രായശ്ചിത്തമുണ്ട്. അപ്പോൾ അതിനും പ്രായശ്ചിത്തമുണ്ട്. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അതും നമുക്ക് അതിൻ്റെ റിയാക്ഷൻ ഇല്ലാണ്ട് കിട്ടും. അതിനുള്ള പ്രായശ്ചിത്തം നമ്മൾ ശരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ അതേപോലുള്ള കുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല. അത് എന്തിനു തുല്യമാണ്? ആന കുളത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ നദിയിൽ പോയിട്ടോ കുളിച്ച് തിരിച്ച് വന്ന് മണ്ണ് ദേഹത്ത് വാരി എറിയുന്ന ആ ഒരു ഇതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കി പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പ്രഭുപാദ പറയുന്നുണ്ട്, ചില ആൾക്കാർ ഒരാഴ്ച തെറ്റ് ചെയ്യും, എന്നിട്ട് അവിടെ ചെന്നിട്ട് പറയും മാപ്പ് തരണം, പിന്നെ വീണ്ടും പിറ്റേ ദിവസം നമ്മൾക്ക് തെറ്റ് ചെയ്യും, വീണ്ടും പോവും, വീണ്ടും മാപ്പ് ചോദിക്കും. അത് എന്താണ്? ശരിക്കും ആന കുളിച്ച മണ്ണ് ദേഹത്തിലെറിയുന്ന അതിന് തുല്യമാണെന്ന് പറയുന്നത്. അതേപോലെ ആയിരിക്കരുത്. നമ്മളുടെ ഇതുകൊണ്ട് ഇഷ്ടം പോലെ ഉപവാസം എടുക്കും, പിന്നെ അമ്പലത്തിലോ ക്ഷേത്രത്തിലോ അവിടെയൊക്കെ പോവും, 41 ദിവസം ഉപവാസം, 10 ദിവസം ഉപവാസം, അത് കഴിഞ്ഞ് വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിക്കും, ചെയ്യാൻ പാടില്ലാത്തത്, നിഷിദ്ധാചാരങ്ങൾ, ഫോർബിഡൻ ആക്ടിവിറ്റീസ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രായശ്ചിത്തം ചെയ്തിട്ടൊരു കാര്യമില്ല. ഇത് തന്നെയാണ് പരീക്ഷിത് മഹാരാജാവ് സുഖദേവ് ഗോസ്വാമിയോട് ചോദിക്കുന്നത്. അങ്ങനെ പ്രായശ്ചിത്തം അറ്റോൺമെൻറ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോഴാണ് അത് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ പശ്ചാത്തപിക്കുക. അപ്പോൾ അത് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതും മാറിക്കിട്ടും. ധ്രുവം തതോ മേ കൃതദേവഹേളനാത് ദുരത്യയം വ്യസനം നാതി ദീർഘാത് തദസ്തു കാമം ഹി ആഗ നിഷ്കൃതയാ മേ യഥാ ന കുര്യം പുനരേവമാധാ. ധ്രുവം തതോ മേ കൃതദേവഹേളനാത് ദുരത്യയം വ്യസനം നാതി ദീർഘാത് തദസ്തു കാമം ഹി ആഗ നിഷ്കൃതയാ മേ യഥാ ന കുര്യം പുനരേവമദ്ധാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീല പ്രഭുപാദ ജയ്. ശ്ലോകം 2. ധ്രുവം തതോ മേ കൃതദേവ ഹേളനാത് ദുരത്യയം വ്യസനം നാതി ദീർഘാത്
തദസ്തു കാമം നിഷ്കൃതായ മേ യഥാ ന കുര്യാം പുനരേവ മത്ഥ. വിവർത്തനം. ഐ.എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പരീക്ഷിത്ത് മഹാരാജാവ് ഇപ്രകാരം വിചാരിച്ചു: പരമപുരുഷനായ ഭഗവാന്റെ നിരോധനങ്ങൾ അവഗണിച്ചതിനാൽ സമീപഭാവിയിൽ എനിക്ക് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കണം. ആ ദുര്യോഗങ്ങളൊക്കെയും ഒട്ടും താമസിക്കാതെ ഇപ്പോൾ തന്നെ വന്നനുഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ആ പാപപ്രവൃത്തിയിൽ നിന്നും സ്വതന്ത്രനാകാനും ഭാവിയിൽ അത്തരം പാപങ്ങൾ ചെയ്യാതിരിക്കാനും സാധിച്ചേക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. Hare Bol. Thank you, Maharaj. King Parikshit thought, due to my neglecting the injunctions of Supreme Lord, I must certainly expect some difficulty to overcome me in the near future. I now desire without reservation that the calamity come now. For in this way I may be freed of the sinful action and not commit such an offense again. അപ്പോൾ എന്താണ് പരീക്ഷിത് മഹാരാജ് ആലോചിച്ചത്? അതായത് അതിൻ്റെ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ആ റിയാക്ഷൻസ്, അതിൻ്റെ റിയാക്ഷൻ ഉടനെ തന്നെ കിട്ടണം, എന്തായാലും എനിക്ക് അനുഭവിക്കേണ്ട. അത് നീട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല, അടുത്ത ജന്മത്തിലോ അതിൻ്റെ പിന്നത്തെ ജന്മത്തിലും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് യാതൊരു മടിയില്ല അത് സ്വീകരിക്കാൻ. അപ്പോൾ അതിപ്പോൾ തന്നെ വന്നോട്ടെ, എന്തായാലും എനിക്ക് അനുഭവിക്കാനാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അനുഭവിച്ചില്ലെങ്കിൽ പിന്നീട് എനിക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് അതിൻ്റെ കണക്ക് ഇപ്പോൾ തന്നെ തീർക്കുകയാണ് നല്ലത് എന്നാണ് അദ്ദേഹം ആലോചിച്ചത്. നൗ ഐ ഡിസൈർ വിത്തൗട്ട് റിസർവേഷൻ ദാറ്റ് ദ കലാമിറ്റി കം നൗ. നാളേക്ക് എടുത്ത് വെക്കേണ്ട, അത് ഇപ്പം തന്നെ കണക്ക് തീർക്കാം. എന്നാൽ എനിക്ക് ഈ ജന്മത്തിൽ തന്നെ അതെല്ലാം എൻ്റെ എല്ലാ അക്കൗണ്ടും തീർത്തിട്ട് തിരിച്ച് ഭഗവത്ധാമിൽ പോകാൻ പറ്റും. ഇപ്പോൾ എനിക്ക് അതിൻ്റെ റിയാക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അതിൻ്റെ പണിഷ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും. അപ്പോൾ ആകെയുള്ളൊരു പാപം ഇതായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കുക, ബാക്കിയെല്ലാം ഭഗവത് സേവനം ചെയ്ത്. അപ്പോൾ അതിൻ്റെ കണക്ക് ഇപ്പം തന്നെ ഈ ജന്മത്തിൽ തന്നെ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ജന്മം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പരീക്ഷിത് മഹാരാജ് അങ്ങനെ ആലോചിച്ചത്. സോ ദ സുപ്രീം ലോർഡ് എൻജോയ്സ് ദാറ്റ് ബ്രാഹ്മണാസ് ആൻഡ് കൗസ് മസ്റ്റ് ബി ഗിവൺ ഓൾ പ്രൊട്ടക്ഷൻ. ബ്രാഹ്മണാസ് തന്നെ നമോ മഹാവതിന്യായ കൃഷ്ണപ്രേമപ്രദായത, അതല്ല എൻ്റെ എന്താ പറയുക, നമോ ബ്രാഹ്മണനും പിന്നെ നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണതായച്ച, അല്ലേ. അപ്പോൾ ബ്രാഹ്മണന്മാരും പശുക്കളെയാണ് ഏറ്റവും ഇഷ്ടം ആർക്ക്? ഭഗവാന്. അപ്പം അതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യണം അറ്റ് ഓൾ കോസ്റ്റ് ആണ് ഭഗവാന്റെ ആഗ്രഹം. ഇവിടെ ബ്രാഹ്മണനെ എതിരാണ് പരീക്ഷിത് മഹാരാജാവ് അവർ ചെറിയൊരു അപരാധം ചെയ്തിരിക്കുന്ന, അറിയാതെയാണെങ്കിലും കൂടിയിട്ട്. The Lord, he is himself very much inclined to do good to Brahmana and cows. Go Brahmana Idayacha. Maharaja Parikshit knew all this, and thus he concluded that his insulting a powerful Brahmana was certainly to be punished by the laws of Lord, and he was expecting something very difficult in the very near future. ഇതെല്ലാം അറിയാം. കാരണം വെച്ചാൽ ബ്രാഹ്മണന്മാരെ, പശുക്കളെ, ഇവരെല്ലാം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ആരാണ് ശല്യപ്പെടുത്തുന്നത്, ക്ലേശങ്ങൾ ആരാണ് ഇവർക്കുണ്ടാക്കുന്നത്, അവരൊന്നും ഭഗവാൻ വെറുവില്ല. അതും വേണ്ടപ്പെട്ടവരാണ് ബ്രാഹ്മണന്മാരും അതേപോലെ പശുക്കളും. അതുകൊണ്ട് പരീക്ഷിത് മഹാരാജ് നന്നായിട്ട് അറിയാം എന്തായാലും എന്തോ വലിയൊരു ആപത്ത് എനിക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്യാണ് പരീക്ഷിത് മഹാരാജ്. സംതിങ് വെരി ഡിഫിക്കൽട്ട് ഇൻ ദ വെരി നിയർ ഫ്യൂച്ചർ. ഹി ദെയർഫോർ ഡിസൈഡ് ദ ഇമിനൻറ്റ് കലാമിറ്റി ടു ഫോൾ ഓൺ ഹിം, നോട്ട് ഓൺ ഹിസ് ഫാമിലി മെമ്പേഴ്സ്. അപ്പോൾ ഞാനാണ് ചെയ്തത്, അതിൻ്റെ ഫലം എനിക്ക് തന്നെ കിട്ടിക്കോട്ടെ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് അത് കിട്ടാൻ പാടില്ല. ഞാൻ ചെയ്തത് തന്നെ ഞാൻ തന്നെ അനുഭവിക്കണം. എ മാൻസ് പേഴ്സണൽ മിസ്കണ്ടക്ട് അഫക്ട്സ് ഓൾ ഹിസ് ഫാമിലി മെമ്പേഴ്സ്. Therefore, Maharaja Parikshit decided the calamity to fall on him alone. ഒരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട എല്ലാവർക്കും അതിൻ്റെ ചെറിയൊരു അംശം അവരെയും ബാധിക്കും. ഓക്കെ, ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി. നമ്മുടെ വീട്ടിലൊരാൾ എന്തെങ്കിലും പാപം ചെയ്തു, അവർ അത് അനുഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി നമ്മളെല്ലാവരും ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പരീക്ഷിത് മഹാരാജവും അതന്നെ ആഗ്രഹിച്ചത്, അത് ഞാൻ കാരണം എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരു വിഷമവും ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. Therefore, Maharaja Parikshit decided the calamity to fall on him alone. എനിക്ക് മാത്രമേ ഇത് കിട്ടാൻ പാടുള്ളൂ, ഞാനാണ് എൻ്റെ പൂർണ്ണ കുറ്റക്കാരൻ. By suffering personally, he would be restrained from further sins.
And at the same time, the sin which he had committed would be counteracted so that his descendants would not suffer. അപ്പോൾ അതിപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഭാവിയിൽ തൻ്റെ ബന്ധുക്കൾ ഫാമിലി മെമ്പേഴ്സ് ഇത് അനുഭവിക്കേണ്ടി വരില്ല ഞാൻ കാരണം. ദാറ്റ് ഈസ് എ വേ എ റെസ്പോൺസിബിൾ ഡിവോട്ടി തിങ്സ്. ദ ഫാമിലി മെമ്പേഴ്സ് ഓഫ് എ ഡിവോട്ടി ആൾസോ ഷെയർ ദ എഫക്ട്സ് ഓഫ് എ ഡിവോട്ടി സർവീസ് അണ്ടർ ദ ലോർഡ്. Maharaja Prahlada saved his demon father by his personal devotional service. Devotee son in the family is greatest boon or blessing of the Lord. മഹാരാജ പ്രഹ്ലാദ് തൻ്റെ അസുര പിതാവിനെ രക്ഷിച്ചു. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തിയുത സേവനം കൊണ്ട്. ആരുടെ? പ്രഹ്ലാദ് മഹാരാജാവിൻ്റെ. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതും ചോദിച്ചതും ഒരേ ഒരു വരമാണോ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും കൂടി അവസാനം ചോദിച്ചത് തൻ്റെ പിതാവിനെ രക്ഷിക്കണം. അദ്ദേഹം ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ രക്ഷിക്കണമെന്ന്. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് തൻ്റെ കംപ്ലീറ്റ് ഡൈനാസ്റ്റി ഡെലിവേർഡ് ആയി എന്ന് പറഞ്ഞു. കാരണം ഒരു ഭക്തൻ ഏത് കുടുംബത്തിലെ ഒരു ഡൈനാസ്റ്റിയിലാണെന്ന് വെച്ചാൽ നല്ലൊരു ഭക്തൻ, ശുദ്ധഭക്തൻ ഉണ്ടെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ഡൈനാസ്റ്റി ഉദ്ധരിക്കപ്പെടുമെന്നാണ് ഭഗവാൻ നരസിംഹദേവൻ അവിടെ പറഞ്ഞത്. അതാണ് എ ഡിവോട്ടി സൺ ഇൻ ദ ഫാമിലി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബൂൺ ഓർ ബ്ലെസ്സിങ്. അപ്പോൾ നമ്മൾ ഡിവോട്ടി ആയില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ ആരെങ്കിലും നല്ലൊരു ഡിവോട്ടി ആക്കാൻ സാധിച്ചാൽ നമ്മളും കൂടി രക്ഷപ്പെടുമെന്ന് പറയും. നമ്മൾ ഡിവോട്ടി ആവണ്ടെന്നല്ല പറയണം, എല്ലാവരും ഡിവോട്ടികളാവണം. പക്ഷേ അതിന് വഴിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളുടെ കുടുംബത്തിലെ മക്കൾ ആരെങ്കിലും നല്ല ഡിവോട്ടി ആയാൽ എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് പറയും. പ്രഹ്ലാദിൻ്റെ ഉദാഹരണം അതാണ് ഇവിടെ പ്രഭുപാദ പർപ്പോട്ട് തരുന്നത്. അദ്യൈവ രാജ്യം ബലം ഋദ്ധകോശം പ്രകോപിത ബ്രഹ്മകുലാനലോ മേ ദഹത്വോ അബദ്ധസ്യ പുനർന മേ ഭൂത് പാപിയസി ധീർ ദ്വിജദേവഘോബ്യാം. അദ്വൈവ രാജ്യം ബലം ഋദ്ധകോശം പ്രകോപിത ബ്രഹ്മകുലാനലോ മേ ദഹതോ അഭദ്രസ്യ പുനർന മേ ഭൂത് പാപിയസി ധീർ ദ്വിജദേവഘോഭ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. ഹരേ കൃഷ്ണ. ശ്ലോകം 3. അദ്യൈവ രാജ്യം ബലമൃദ്ധകോശം പ്രകോപിത ബ്രഹ്മകുലാനലോ മേ ദഹത്വഭദ്രസ്യ പുനർന മേ ഭൂത് പാപീയസി ധീർ ദ്വിജദേവഗോഭ്യ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ഹരേ കൃഷ്ണ. ഈശ്വരബോധത്തെയും ബ്രാഹ്മണീയ സംസ്കാരത്തെയും ഗോ സംരക്ഷണത്തെയും അനാദരിക്കിയാൽ ഞാൻ അപരിഷ്കൃതനും പാപിയുമാകുന്നു. ആകയാൽ എന്റെ രാജ്യവും പ്രതാപവും സമ്പത്തുമെല്ലാം ആ ബ്രാഹ്മണന്റെ കോപത്തിന്റെ അഗ്നിയിൽ ഉടൻ തന്നെ വെന്തുവെന്നീറാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തന്നിമിത്തം ഭാവിയിൽ ഞാൻ അങ്ങനെയുള്ള അശുഭങ്ങളായ ചിത്തഗതികളാൽ നയിക്കപ്പെടാതിരിക്കട്ടെ. ഹരേ കൃഷ്ണ. I am uncivilized and sinful due to my neglect of Brahmanical culture, God consciousness and cow protection. Therefore, I wish that my kingdom, strength and riches burn up immediately by the fire of the Brahmana's wrath, so that in future I may not be guided by such inauspicious attitude. അപ്പോൾ അവിടെ റിപ്പൻറ്റ് ചെയ്യാണ്, പശ്ചാത്തപിക്കുകയാണ് പരീക്ഷിത് മഹാരാജ്. ഞാൻ അൺസിവിലൈസ് ആണെന്ന്, സംസ്കാരമില്ലാത്തവനാണ്, അൺകൾച്ചേർഡാണ്. ഒരു ഭക്തനും താനൊരു ശുദ്ധഭക്തനാണെന്ന് പറയില്ല. ഇത്രയും നല്ലൊരു ഭക്തി ഉള്ള ഒരാളായിട്ടും കൂടിയിട്ട്, ഭക്തനായിട്ടും കൂടിയിട്ട് പരീക്ഷിത് മഹാരാജാവിന് എന്താണ് സ്വന്തം വിശേഷിപ്പിക്കുന്നത്? ഐ ആം അൺസിവിലൈസ്ഡ് ആൻഡ് സിൻഫുൾ, പാപ്പിയാണ്. എന്തുകൊണ്ടാണ്? കാരണം ബ്രാഹ്മണിക്കൽ കൾച്ചറിനെ റെസ്പെക്റ്റ് ചെയ്തില്ല, അതിനെ നെഗ്ലക്റ്റ് ചെയ്തു. ബ്രാഹ്മണന്മാരെയും പശുക്കളെയും ഒക്കെ പരിപാലിക്കേണ്ട ആ വ്യക്തി തന്നെ അവരെ നെഗ്ലക്റ്റ് ചെയ്തു, അവരെ അവഗണിച്ചു. ഗോഡ് കോൺഷ്യസ്നെസ് ആൻഡ് കൗ പ്രൊട്ടക്ഷൻ, അത് ആര് ചെയ്യണം? രാജാവിൻ്റെ ഡ്യൂട്ടിയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. പ്രജകളെ രക്ഷിക്കുക, ബ്രാഹ്മണന്മാരെ രക്ഷിക്കുക, അതേപോലെ പശുക്കളെ രക്ഷിക്കുക. എന്തുകൊണ്ടാണ് ബ്രാഹ്മണന്മാർക്കും പശുക്കൾക്കും ഇത്ര ഇമ്പോർട്ടൻസ്? ബ്രാഹ്മണന്മാരാണ് നമ്മളുടെ ഈ ശരീരത്തിൽ ഹെഡ് എന്ന് പറയുന്നത്, അത് തല, അഡ്വൈസറി ക്ലാസ്സാണ്. അവിടെയാണല്ലോ ബ്രെയിൻ ഇരിക്കുന്നത്, ഇൻ്റലിജൻസ്.
അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണന്മാർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അവരുടെ അഡ്വൈസ് ഇല്ലാണ്ട്, അവരുടെ നിർദ്ദേശമില്ലാണ്ട് ക്ഷത്രിയന്മാർക്ക് രാജ്യം ഭരിക്കാൻ പറ്റില്ല. പിന്നെ ക്ഷത്രിയന്മാരാണ് ബാഹുബലം അല്ലേ, അവരാണ് ക്ഷത്രിയന്മാർ, റൂളിംഗ് ക്ലാസ്. പിന്നെ ഉദരം, അതാണ് വൈശ്യന്മാർക്ക് ഗോരക്ഷ, കൃഷി, വാണിജ്യം. പിന്നെ ശൂദ്രന്മാർ, മറ്റ് 3 ക്ലാസ്സുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ ബ്രാഹ്മണിക്കൽ കൾച്ചറിനെ നെഗ്ലക്റ്റ് ചെയ്താൽ എങ്ങനെ സൊസൈറ്റി മുന്നോട്ട് പോകും? അതുപോലെ പശുവാണ് നമുക്ക് പോഷകം തരുന്ന ആ പാല് ഉൽപ്പാദിപ്പിച്ച് തരുന്നത്. അമ്മയുടെ പാല് കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പശുവിൻ്റെ പാലാണ്. അന്ന് പാലെടുക്കാം, തൈരെടുക്കാം, വെണ്ണ എടുക്കാം അല്ലേ. അങ്ങനെ ഒരുപാട് പോഷക ആഹാരം നമുക്ക് കിട്ടുന്നുണ്ട് പശുവിന്. അപ്പോൾ അതുകൊണ്ട് 7 അമ്മമാരിൽ ഒരു അമ്മയായിട്ടാണ് പശുവിനെ കാണുന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരെയും വളരെ മാനിക്കുക വേണം, അവരെ റെസ്പെക്ട് ചെയ്യണം, അവരെ പരിപാലിക്കുന്നത് വേണം. അത് രാജാവിൻ്റെ കടമയാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം റിപ്പൻറ്റ് ചെയ്യാണ്. സോ ദെയർഫോർ ഐ വിഷ് ദാറ്റ് മൈ കിങ്ഡം സ്ട്രെങ്ത് ആൻഡ് റിച്ചസ് ബേൺ അപ്പ് ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് ഞാൻ ചെയ്ത പാപത്തിന് എൻ്റെ സ്വത്തും എൻ്റെ ഐശ്വര്യങ്ങളും എല്ലാം ഇപ്പം തന്നെ നശിക്കട്ടെ. എങ്ങനെ? ബൈ ദ ഫയർ ഓഫ് ദ ബ്രാഹ്മണാസുര, ആ ബ്രാഹ്മണൻ്റെ ദേഷ്യത്തിൽ. എന്നാൽ ഇൻ ഫ്യൂച്ചർ ഞാൻ ഈ ഇതിൽ വിമുക്തനായിട്ട് ഇങ്ങനത്തെ അപരാധങ്ങൾ വീണ്ടും ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. Progressive human civilization is based on Brahmanical culture, God consciousness and protection of cows. All economic development of the state by trade, commerce, agriculture and industries must be fully utilized in relation to the above principles. Otherwise, all so-called economic development becomes a source of degradation. പ്രഭാത പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാറുണ്ട് എപ്പോഴും. അതായത് ഇന്നത്തെ സിവിലൈസേഷൻ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സിവിലൈസേഷനാണ്. ഇൻഡസ്ട്രി കൊണ്ട് നമുക്ക് നാശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ കോൾഡ് കംഫർട്ട് ലഭിക്കുന്നല്ലാണ്ട് അത് ഒരു സത്വഗുണത്തിലല്ല. സത്വഗുണത്തിലുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പശുക്കളെ, ബ്രാഹ്മണന്മാരെ ഇവരൊക്കെ സംരക്ഷിക്കുക. അവരെ സംരക്ഷിക്കുന്നതുകൊണ്ട് നമുക്ക് സത്വഗുണത്തിൽ ജീവിക്കാൻ പറ്റും. ഫാക്ടറീസ് കുറേ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ സൈഡ് എഫക്ട്സ്, അതും നെഗറ്റീവ് സൈഡ് എഫക്ട്സ് ഒരുപാടാണ്. അപ്പോൾ അത് നമ്മളെ താഴോട്ടേ കൊണ്ടുകൊള്ളൂ. അത് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ നമ്മൾ നശിപ്പിക്കുള്ളൂ എന്നാണ് പ്രഭാത പറയുന്നത്. ഡിഗ്രേഡ് ചെയ്യുള്ളൂ. നമ്മൾക്ക് ആക്ച്വലി എന്താണ് സത്വഗുണത്തിലുള്ള ഒരു സിവിലൈസേഷൻ പറഞ്ഞാൽ നമുക്ക് കൃഷി സ്ഥലങ്ങൾ വേണം, പശുക്കൾ വേണം, ബ്രാഹ്മണന്മാർ വേണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലത്തെ കലിയുഗത്തിൽ നിന്നും പ്യുവറായിട്ടുള്ള ഫോമിൽ ബ്രാഹ്മണന്മാരുമില്ല, പശുക്കളെ ശരിക്കും നാട് നോക്കുന്നില്ല. അതുപോലെ ട്രേഡ്, വാണിജ്യം ആരും നല്ല രീതിയിൽ ചെയ്യുന്നില്ല. കാരണം ഒരുപാട് അഡൾട്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂ, അതാണ് ദേവി വർണ്ണാശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ആ വർണ്ണാശ്രമം പറഞ്ഞാൽ ഭക്തിയുത സേവനം. അതിന് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ള യാതൊരു നിബന്ധനയില്ല, ആർക്കും ഇത് ഏറ്റെടുക്കാവുന്നതല്ല. അപ്പോൾ ശരിക്കുള്ള വർണ്ണാശ്രമം ഇല്ലാത്തതുകൊണ്ട് ദേവി വർണ്ണാശ്രമം നമ്മൾ ഫോളോ ചെയ്യണം എല്ലാവർക്കും. അതായത് കാശ്, കളർ, കീടൊന്നും നോക്കാതെ ആർക്ക് വേണമെങ്കിൽ ഭക്തി സേവനം ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഈ സൊസൈറ്റിയെ തൽക്കാലം നമുക്ക് രക്ഷിക്കാൻ പറ്റും. സോ cow protection means feeding the Brahmanical culture, which leads towards God consciousness, and thus perfection of human civilization is achieved. The age of Kali aims at killing the higher principles of life, and although Maharaja Parikshit strongly resisted the domination of the personality of Kali within the world, the influence of the age of Kali came at an opportune moment, and even a strong king like Maharaja Parikshit was induced to disregard the Brahmanical culture due to the slight provocation of hunger and thirst. അപ്പോൾ മഹാരാജ പരീക്ഷിതൻ തന്നെ ആദ്യം അടിപറ്റി. കാരണം ഈ കലിയുഗത്തിൻ്റെ പ്രഭാവം കാരണം സ്വന്തം കലി പേഴ്സണാലിറ്റിയെ അവിടെ കൊല്ലാൻ ശ്രമിച്ചു, ചെയ്തില്ല, അഭയം കൊടുത്തു. ആ കലി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്താരാണ് ഫസ്റ്റ് ഡോസ് കൊടുത്തത് മഹാരാജ പരീക്ഷിത് തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തിമായി മഹാരാജ പരീക്ഷിത്. ആ ചെറിയായിട്ടുള്ള ഒരു വിശപ്പും ദാഹം കൂടിയും സഹിക്കാനുള്ള ഒരു ഇത് അദ്ദേഹത്തിന് ഉണ്ടായില്ല. അത് കാരണം അത് ഇൻഫ്ലുവൻസ് ഓഫ് കലിയാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് വന്നു, അത് കോയിൻസിഡൻ്റായി.
Maharaja Parikshit lamented the accidental incident, and he decided that all his kingdom, strength, and accumulation of wealth would be burned up for not being engaged in Brahmanical culture. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ പാപിയാണ്, അതുകൊണ്ട് എൻ്റെ രാജ്യവും എൻ്റെ വെൽത്തും എൻ്റെ ഐശ്വര്യങ്ങളും എല്ലാം ഇപ്പം തന്നെ ആ ബ്രാഹ്മണൻ്റെ ദേഷ്യത്തിൽ നശിക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. Where wealth and strength are not engaged in the devotional, engaged in the advancement of Brahmanical culture, God consciousness and cow protection, state of home are surely doomed by providence. എവിടെ ബ്രാഹ്മണന്മാരെ രക്ഷിക്കുന്നില്ല, അതായത് പിന്നെ ഭക്തിയില്ല, പശുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, അവിടെ എല്ലാം നാശം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവുള്ളൂ, കലാമിറ്റീസ് ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകിച്ചിട്ട് എന്ത് കലാമിറ്റീസാണ് കൂടെ? ഏതാണ് 3 കലാമിറ്റീസാണുള്ളത്. ഏതൊക്കെയാണ്? ആധ്യാത്മിക, ആദിഭൗതിക, ആദിദേവി. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് ആദിദേവിക്, അതായത് ഡെമിഗോഡ്സ് റെസ്പോൺസിബിൾ. അവർക്ക് നമുക്ക് നാച്ചുറൽ കലാമിറ്റീസ് വന്നും പോയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളിപ്പോൾ കാണുന്ന വെള്ളപ്പൊക്കവും സുനാമിയും ഹരിക്കെയിനും പിന്നെ അതുപോലെ ഭൂകമ്പവും ഡ്രോട്ട് പറഞ്ഞില്ല, അങ്ങനെ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഭഗവാൻ തന്നെ. കാരണം നമ്മളിതിനെല്ലാം വിപരീതമായി നമ്മൾ പ്രകൃതി എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബ്രാഹ്മണന്മാരെ പാലിക്കുന്നില്ല, കൗ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല, ഒരുപാട് സ്ലോട്ടർ ഹൗസസ്, ഇതെല്ലാം നമ്മൾ ഒരു മാസ് കർമ്മയാണ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ കർമ്മയ്ക്ക് അത് പോരാതെ മാസ് കർമ്മ സൊസൈറ്റിയിൽ എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഒരാൾ മാത്രമല്ല, ഇതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ല. ഒരു പശുവിനെ നമ്മൾ മതിക്കുകയാണെങ്കിൽ ഒരാൾ മാത്രമല്ല, 6 പേരാണ് അതിൻ്റെ ആ പാപകർമ്മങ്ങൾ ഏറ്റെടുക്കേണ്ടത്. പശുവിനെ കൊല്ലുന്ന ആൾക്കാരെ, അതിനെ വിൽക്കുന്ന ആൾക്കാരെ, കഴിക്കുന്ന ആൾക്കാരെ, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരെ, പറഞ്ഞില്ലേ, ഇങ്ങനെ എല്ലാവരും. അപ്പോൾ കംപ്ലീറ്റ് സൊസൈറ്റി ഇതിൻ്റെ കർമ്മങ്ങളെ ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ കാര്യത്തിലും ഇൻഡിവിജ്വൽ കർമ്മയുണ്ട്, മാസ് കർമ്മയുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ കർമ്മ ഓരോരുത്തർ സ്വയം അനുഭവിക്കേണ്ടി വരും, മാസ് കർമ്മ കംപ്ലീറ്റ് സൊസൈറ്റി അനുഭവിക്കേണ്ടി വരും. So if you want peace and prosperity in the world, we should take lessons from this verse. Every state and every home must endeavor to advance the cause of Brahmanical culture for self-purification, God consciousness, for self-realization, and cow protection, for getting sufficient milk and the best food to continue perfect civilization. അപ്പോൾ നമ്മൾ ശരിക്കും അഡ്വാൻസ് ചെയ്യണമെങ്കിൽ ഈവൻ എക്കണോമിക്കലി അഡ്വാൻസും, ഇപ്പോൾ മെറ്റീരിയലി സ്പീക്കിംഗ് ആൾസോ എക്കണോമിക് അഡ്വാൻസ്മെൻറ്റും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെന്താണ് ബ്രാഹ്മണിക്കൽ കൾച്ചറിനെയും അതേപോലെ തന്നെ പശുക്കളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കണം. അതേപോലെ ഭക്തിയും ചെയ്യണം. ബ്രാഹ്മണിക്കൽ കൾച്ചർ എന്തിനാണ്? സെൽഫ് പ്യൂരിഫിക്കേഷൻ, സ്വന്തം ആ ഒരു ശുദ്ധീകരണത്തിന്. പിന്നെ ഗോഡ് കോൺഷ്യസ്നസ്, ഭക്തി എന്തിനാണ്? ഈശ്വര സാക്ഷാത്കാരത്തിന്, സെൽഫ് റിയലൈസേഷൻ. ആൻഡ് കൗ പ്രൊട്ടക്ഷൻ എന്തിനാണ്? നമ്മളുടെ സർവൈവലിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല സാത്വികമായിട്ടുള്ള ആഹാരം കിട്ടണം. അതെന്താണ്? പശുവിൻ്റെ മിൽക്ക് പ്രൊഡക്ട്സ്. അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് സിവിലൈസേഷൻ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇതില്ലെങ്കിൽ പെർഫെക്റ്റ് സിവിലൈസേഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. സോ ടെക്സ്റ്റ് 4. സചിന്തയന്നിത്തം അതാശൃണോദ്യഥാ മുനേ സുതോക്തോ നിഋത്തിസ് തക്ഷകാഖ്യാം സസാധൂമിനെ ന ചിരേണ തക്ഷകാം നലം പ്രസക്തസ്യ വിരക്തികാരണം സചിന്തയന്നിത്തം അതശൃണോദ്യഥാ മുനേ സുതോക്തോ നിഋത്തിസ് തക്ഷകാഖ്യാം സസാധൂമിനെ ന ചിരേണ തക്ഷകാം നലം പ്രസക്തസ്യ വിരക്തികാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഇത്തമദാശൃണോദ്യഥാ മുനേ സുതോക്തോ നിര്യതിസ്തക്ഷകാഖ്യാ സാധുമേന ന ചിരേണ തക്ഷകാ നലം പ്രസക്തസ്യ വിരക്തികാരണം. വിവർത്തന ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം.
അവിധം പശ്ചാത്തപിക്കവേ ബ്രാഹ്മണപാലന്റെ ഋഷിപുത്രന്റെ ശാപവാക്കുകളാൽ തനിക്ക് ആസന്നമായ മൃത്യുവിനെ കുറിച്ചുള്ള വൃത്താന്തം രാജാവ് ശ്രവിച്ചു. ലൗകിക വിഷയങ്ങളിൽ വിരക്തിക്ക് കാരണമായേക്കാവുന്ന ഇതിനെ ശാപത്തെ രാജാവ് ഒരു ശുഭവാർത്തയായി സ്വീകരിച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു ഫോർ ഹരേ കൃഷ്ണ. While the king was thus repenting, he received news of his imminent death, which would be due to the bite of a snake bird, occasioned by the curse spoken by the sage's son. The king accepted this as a good news, for it would be the cause of his indifference toward worldly things. അപ്പോൾ ഇങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജാവിന് ഇങ്ങനെ ന്യൂസ് കിട്ടുന്നത്, ഈ ബ്രാഹ്മണ ബാലൻ തന്നെ ശപിച്ചിരിക്കുന്നു. അപ്പോൾ അത് ശിരസാ വഹിച്ചു ഈ ശാപം. അത് നല്ലൊരു ന്യൂസായിട്ടാണ് അദ്ദേഹം, അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അതിന് റിയാക്ട് ചെയ്യാൻ പോയില്ല. റിയൽ ഹാപ്പിനെസ് ഈസ് അച്ചീവ്ഡ് ബൈ സ്പിരിച്വൽ എക്സിസ്റ്റൻസ് ഓർ ബൈ സെസേഷൻ ഓഫ് ദ റിപ്പീറ്റേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അപ്പോൾ ഹാപ്പിനെസ് നമ്മൾ എപ്പോഴും ആ ഒരു ലിബറേഷൻ, അല്ലെങ്കിൽ ഈ ഭവസാഗരത്തിൽ നിന്ന് ആ ഭവസാഗരത്തിൻ്റെ ഒരു സൈക്കിള് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുക, അപ്പോഴാണ് റിയൽ ഹാപ്പിനെസ് ഉണ്ടാവുക. അതായത് മുക്തിയാണ് നമ്മളുടെ റിയൽ ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. One can stop the repetition of birth and death only by going back to Godhead. In the material world, even by attaining the topmost planet Brahmaloka, one cannot get rid of the conditions of repeated birth and death, but still we do not accept the path of attaining perfection. അപ്പം നമ്മുടെ ഈ ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും ഉയർന്ന ലോകമായിട്ടുള്ള ബ്രഹ്മലോകത്തിൽ പോയാലും കൂടിയിട്ട് ഈ മുക്തി കിട്ടാതെ നമുക്കൊരു കാര്യമില്ല. അതായത് ഈ ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് അപ്പുറത്ത് കിടക്കാൻ പറ്റില്ല. ഈ ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തന അർജുന മാം ഉപേത്യത് കൗന്ദേയ പുനർജന്മന വിദ്യത എന്ന് പറയുന്നത്. ആ ബ്രഹ്മാവിൻ്റെ ലോകം മുതൽക്ക് താഴെയുള്ള പാതാളം വരെ പുനരാവർത്തനം എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും ഐ എം സബ്ജക്റ്റ് ടു ബർത്ത്, ഡെത്ത്, ഓൾഡ് ഏജ് ആൻഡ് ഡിസീസ്. ഈ ചക്രത്തിലൂടെ കടന്നു വരും. അപ്പോൾ അതിന്ന് പുറത്ത് പോകണം. നമ്മൾ എവിടെ പോകണം? വൈകുണ്ഠത്തിൽ, ഗോലോകത്തിൽ, സ്പിരിച്വൽ സ്കെയിൽ പോകണം. അത് മാത്രമേ നമുക്ക് ലിബറേഷൻ തരുന്നുള്ളൂ. The path of perfection frees one from all material attachments, and thus one becomes fit to enter into the spiritual kingdom. Therefore, those who are materially poverty-stricken are better candidates than those who are materially prosperous. കുന്തി മഹാറാണി പറയുന്ന പോലെ പറയുന്നുണ്ടല്ലോ, ജന്മ ഐശ്വര്യ ശ്രുതശ്രീ, ജന്മം ഐശ്വര്യ ശ്രുതാശ്രീ, ഇതൊക്കെ ഉള്ളവർക്ക് അത്ര എളുപ്പത്തിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം ഉള്ളത് കൊണ്ട്, ഈ ഐശ്വര്യം, നല്ല ബ്യൂട്ടിഫുൾ ബോഡിയും, പിന്നെ ഇൻ്റലിജൻസും ബാക്കിയുള്ള ശക്തിയും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു അഹങ്കാരം, അഹന്ത ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് മെറ്റീരിയലി പോവർട്ടി സ്ട്രിക്കൺ, ഭൗതിക തലത്തിൽ അങ്ങനെ ഐശ്വര്യമില്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ് ഭഗവാനെ എപ്പോഴും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഇതുണ്ടായിരിക്കും, തലക്കനുണ്ടായിരിക്കും, എനിക്ക് എല്ലാം ഉണ്ട്, ഞാനിതിനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് നല്ല വെൽത്ത് ഉണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, പിന്നെ അതുപോലെ അറിവുണ്ട്, മെറ്റീരിയൽ നോളജ് ഉണ്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഭഗവാന്റെ ആവശ്യമില്ല എന്നല്ല. പക്ഷെ ബാക്കി ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഭഗവാൻ മാത്രമേ ആശ്രയിക്കാനുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഭഗവാനെ അവർ പ്രാർത്ഥിക്കും. അതുകൊണ്ട് മെറ്റീരിയലി പോവർട്ടി സ്ട്രിക്കൺ ആൾക്കാർക്കാണ് ബെറ്റർ കാൻഡിഡേറ്റ്സ്. അവർക്ക് ഭഗവത് സേവനം ചെയ്യാനും ഭഗവത് സേവനം ചെയ്യാനും ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ആ ഒരു ഇൻക്ലിനേഷൻ കൂടുതലായിരിക്കും മറ്റുള്ളവരെ അപേക്ഷിച്ച്. Maharaja Parikshit was a great devotee of the Lord and a bona fide candidate for entering to the kingdom of God. But even though he was so, his material assets as the emperor of the world were setbacks to perfect attainment of his rightful status as one of the associates of the Lord in the spiritual sky. As a devotee of the Lord, he could understand that the cursing of the Brahmana boy, although unwise, was a blessing upon him, being the cause of detachment from worldly affairs, both political and social. അപ്പോൾ ഇത് തന്നെ ഒരു അവസരമാക്കിയെടുത്തു. അപ്പോൾ ഈ ശാപം എനിക്ക് നല്ലതിനാണ്, എനിക്ക് തിരിച്ച് ഭഗവതാമിൽ പോകാനുള്ള ഒരു അവസരമാണെന്ന് അദ്ദേഹം അതിന് കണക്കാക്കി. സമീക മുനി ആൾസോ, ആഫ്റ്റർ റിഗ്രറ്റിംഗ് ദ ഇൻസിഡൻറ്റ്, conveyed the news to the king as a matter of duty so that the king would be able to prepare himself to go back to Godhead. സമീക ഋഷി ഇത് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹത്തിനെ അറിയിച്ചു, ഇങ്ങനൊരു പ്രശ്നം, ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് യു ഹാവ് ഗോട്ട് 7 days, 7 ദിവസമുണ്ട്,
സോ യു പ്രിപ്പയർ യുവർ സെൽഫ് ടു ഗോ ബാക്ക് ഹോം, ബാക്ക് ടു ഗോഡ്. തിരിച്ചു പോകാനുള്ള ആ കാര്യങ്ങളെല്ലാം 7 ദിവസം കൊണ്ട് നടത്തിയെടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. Samika Muni sent news to the king that foolish Singhi, his son, although a powerful Brahmana boy, unfortunately had misused his spiritual power by cursing the king unwarrantedly. അപ്പോൾ അദ്ദേഹം മെസ്സഞ്ചറെ പറഞ്ഞു, ഇങ്ങനെ തൻ്റെ ബ്രാഹ്മണ ബാലൻ, തൻ്റെ മകൻ ഇങ്ങനെ ഒരു ശാപം നടത്തിയിട്ടുണ്ട്, ഫൂളിഷ്ലി. അതുകൊണ്ട് ക്ഷമിക്കണം, അങ്ങക്ക് 7 ദിവസത്തെ ആ സമയം കൊണ്ട് ഭഗവത് പ്രാപ്തി നേടാനുള്ള കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്യാനുള്ള ഒരു മെസ്സേജാണ് കൊടുത്തുവിട്ടത്. The incident of the king's garlanding the Muni was not sufficient cause for being cursed to death, but since there was no way to retract the curse, king was informed to prepare for death within a week. Both Samika Muni and the king were self-realized souls. Samika Muni was a mystic, the Maharaja Parishit was a devotee. Therefore, there was no difference between them in self-realization. Neither of them was afraid of meeting death. Maharaja Parishit could have gone to the Muni to beg his pardon, but the news of imminent death was conveyed to the king with so much regret by the Muni that the king did not want to shame the Muni further by his presence there. He decided to prepare himself for his imminent death and find out the way to go back to Godhead. The life of a human being is a chance to prepare oneself to go back to Godhead or to get rid of the material existence, the repetition of birth and death. അപ്പോൾ ഈ ഹ്യൂമൻ ലൈഫ്, ഈ മനുഷ്യ ജന്മമാണ് നമുക്ക് തിരിച്ച് ഭഗവത്ധാമിലേക്ക് പോകാനുള്ള ഒരു അവസരം. ബാക്കി ഒരു ജന്മത്തിനും ഒരു പശുവോ പക്ഷിയോ അല്ലെങ്കിൽ കൃമികീടങ്ങളോ ആ ഒരു ജന്മത്തിന് നമുക്ക് ഇതിനുള്ള ഒരു അവസരമില്ല. അപ്പം ഒരേ ഒരു അവസരം മനുഷ്യജന്മത്തിലാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും വിനിയോഗിക്കണം. Thus, in the system of Varnashrama Dharma, every man and woman is trained for the purpose. In other words, the system of Varnashrama Dharma is known also as Sanatana Dharma or the eternal occupation. System of Varnashrama Dharma prepares a man for going back to Godhead, and thus a householder is ordered to go to the forest as a vanaprastha to acquire complete knowledge and then to take sannyasa prior to the inevitable death. Brahmachari, Grahastha, Vanaprastha, Sannyasa. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ വനപ്രസ്ഥം പോവുക ഇസ് എ പ്രിപ്പറേഷനാണ് സന്യാസിയാവാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സിലൂടെ നമുക്ക് ഭഗവത്ധാമിലേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിക്കും. Parikshit Maharaja was fortunate to get a 7-day notice to meet his inevitable death, but for the common man there is no definite notice, although death is inevitable for all. പരീക്ഷിത് മഹാരാജ് ഭാഗ്യവാനാണ്. കാരണം 7 ദിവസത്തെ നോട്ടീസ് കിട്ടി, അറിയാം ഞാൻ 7 ദിവസം കഴിഞ്ഞാൽ മരിക്കാൻ പോകുന്നത്. നമുക്കറിയില്ല. Any time, any moment, any second, death will strike us. Foolish men forget this sure fact of death and neglect the duty of preparing themselves for going back to God. ഓരോ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം, ഒരു ദിവസം കൂടി കിട്ടിയിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഭക്തി ചെയ്തിട്ട് ഭഗവത്ധാമിൽ പോകാനുള്ളത്. So they spoil their lives in animal propensities to eat, drink and marry and enjoy. Such an irresponsible life is adopted by the people in the age of Kali because of sinful desire to condemn Brahmanical culture. അപ്പോൾ ഇന്നത്തെ കാലത്ത് കലിയുഗത്തിലെ ആൾക്കാർ എന്താണ്? ഈറ്റ്, ഡ്രിങ്ക്, ബി മെറി ആൻഡ് എൻജോയ്, അല്ലേ? ഈറ്റ്, ഡ്രിങ്ക്, ബി മെറി ആൻഡ് എൻജോയ്, ഇതാണ് മാത്രമേ ഉള്ളൂ കലിയുഗത്തിലെ ആൾക്കാർക്ക്. അതിലുപരി ഭഗവത് ധാമോ അല്ലെങ്കിൽ ഭക്തിയോ ഇതൊന്നും അവർക്ക് ഒരു കാര്യമായിട്ട്, അതെല്ലാം ഇപ്പോൾ തുടങ്ങേണ്ടതല്ല. ഇതൊക്കെ വയസ്സായ 10, 70, 80, 90 വയസ്സാകുമ്പോൾ ചെയ്യേണ്ടത് കാര്യങ്ങളാണെന്ന് എല്ലാവരുടെയും വിചാരം. പക്ഷേ പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് കൗമാരം ആചര്യത് പ്രാജ്ഞു, കൗമാരത്തിൽ നിന്ന് തുടങ്ങണം. നമ്മളെന്താണോ ചുട്ടയിലെ ശീലം, ചുടല വരെ പറയില്ലേ, അപ്പം നമ്മൾ ചെറുപ്പകാലത്ത് എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതന്നെയായിരിക്കും പിന്നീട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ചെറുപ്പകാലത്ത് പ്രാക്ടീസ് ഇല്ലെങ്കിൽ വയസ്സാകുന്ന കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ലൈഫ് ഒരു പ്രിപ്പറേഷനായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ മനുഷ്യജന്മം വളരെ വിരളമാണ്, ദുർലഭവും മനുഷ്യൻ ജന്മ എന്നാണ് പറയുന്നത്. So that state must employ revenue to advance these 3 items and thus educate the populace to prepare for death. The state which does so is the real welfare state. അപ്പോൾ നല്ലൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് തൻ്റെ പ്രജകളെ, രാജാവിൻ്റെ കീഴിലുള്ള എല്ലാ പ്രജകളെയും തിരിച്ച് ഭഗവത്ധാമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം പ്രജകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ല രാജാവ്. State of India should better follow the examples of Maharaja Parikshit. The ideal executive had then to imitate other materialistic states which have no idea of the kingdom of Godhead.
the ultimate goal of human life. Deterioration of the ideals of Indian civilization brought about the deterioration of civic life, not only in India but also abroad. പക്ഷേ മഹാരാജ പരീക്ഷിതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് അത് പ്രകാരം നമ്മുടെ രാജ്യം ഭരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളും എന്താണ് അധോഗതിയിലേക്ക് പോവാണ്. കാരണം കലിയുഗത്തിൻ്റെ പ്രഭാവത്താൽ സിവിലൈസേഷൻ ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡിറ്റീരിയേഷൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ മാത്രമല്ല പൊതുവെ എല്ലാ രാജ്യങ്ങളും ആ ഡയറക്ഷനിലാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ ആ ഒരു ഗാംഭീര്യത മനസ്സിലാക്കുന്ന ഏതൊരു ഭക്തനും അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഇത് ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മളും മറ്റുള്ളവരുടെ ആ ഒഴുക്കപ്പെട്ട് പോവും. വീണ്ടും പുനരഭിജനനം പുനരഭിമരണം എന്ന ആ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. നല്ലൊരു ഉദാഹരണമാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ ഒരു എക്സാമ്പിൾ. സമീക ഋഷിയുടെ രണ്ടുപേരും ട്രാൻസെൻഡൻ്റലിസ്റ്റാണ്. അതിന് ഉപകരണമായിട്ടാണ് നമ്മളുടെ ശൃംഗിയെ ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും കൂടി ഇതെല്ലാം ഒരു ഭഗവാന്റെ ഇച്ഛയാണെങ്കിൽ കൂടിയിട്ട് അവരിൽ നിന്നും ഭഗവാന്റെ ഇച്ഛയല്ല, താൻ ചെയ്ത കർമ്മത്തിൻ്റെ പാപം അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് അത് ഭഗവാൻ സമർപ്പിച്ചിട്ട് എല്ലാം പോസിറ്റീവായിട്ട് അവർ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 5 അടുത്ത ക്ലാസ്സിൽ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे, हरे हरे कृष्ण.